അധ്യാപകൻ ട്രെയിൻ യാത്രയിലാണ്. തൻ്റെ വാച്ചിലേക്ക് തന്നെ ഒരു കുട്ടി നോക്കിയിരിക്കുന്നത് കണ്ട് അദ്ദേഹം അവനോട് ചോദിച്ചു, വാച്ച് ഇഷ്ടപ്പെട്ടോ? അവൻ പറഞ്ഞു, അത് വില കൂടിയ വാച്ചാണ്, എനിക്കൊന്ന് കാണാൻ തരുമോ? നിനക്കിതിൻ്റെ വില അറിയില്ല, വിരമിക്കുന്ന സമയത്ത് കുട്ടികൾ സമ്മാനമായി നൽകിയതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം ആ വാച്ച് ഊരി നൽകി. കുട്ടി കൗതുകത്തോടെ നോക്കുന്നതിനിടയിൽ വാച്ച് ജനാലയിലൂടെ പുറത്തുപോയി. അടുത്തിരുന്നവരെല്ലാം ഞെട്ടി. കുട്ടി കരച്ചിലായി. അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാറായപ്പോൾ അദ്ദേഹം പറഞ്ഞു, വാച്ച് 1 മണിക്കൂറിനുള്ളിൽ എനിക്ക് കിട്ടും. സ്റ്റേഷൻ മാസ്റ്ററുടെ ഓഫീസിലെത്തിയ അദ്ദേഹം കാര്യം പറഞ്ഞു. ഏകദേശം ഏതു പ്രദേശത്താണ് നഷ്ടപ്പെട്ടതെന്നറിയുമോ എന്ന് സ്റ്റേഷൻ മാസ്റ്റർ ചോദിച്ചു. അധ്യാപകൻ പറഞ്ഞു, ഇവിടെ നിന്ന് 125-ാമത്തെ പോസ്റ്റിൻ്റെ ചുവട്ടിൽ. വാച്ച് പോയപ്പോൾ മുതൽ ഞാൻ കൃത്യമായി അത് എണ്ണുകയായിരുന്നു. തുടരന്വേഷണത്തിൽ അതേ സ്ഥലത്ത് നിന്ന് വാച്ച് ലഭിച്ചു. പ്രശ്നത്തിലകപ്പെട്ടാൽ പ്രതികരണം 2 വിധത്തിലാകാം. 1 മനക്ലേശത്തോടെ, 2 മനസാന്നിധ്യത്തോടെ. അപ്രതീക്ഷിതമായതെന്തെങ്കിലും സംഭവിച്ചാൽ മനോനില തെറ്റുക എന്നതാണ് മിക്കവരും അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം. സംഭവിച്ച ദുരന്തത്തേക്കാൾ വലുതാണ് നഷ്ടപ്പെടുന്ന സമാധാനം. വീണ കയത്തിൽ നിന്ന് കയറി വരാനാകാത്തതിൻ്റെ കാരണം കയത്തിൻ്റെ ആഴമല്ല, മനസ്സിൻ്റെ തകർച്ചയാണ്. തളർന്ന മനസ്സിൻ്റെ ചിന്തകൾ ദുർബലവും നിരാശാജനകവുമാണ്. ഇനി എങ്ങനെ പുറത്തു വരും? എനിക്കെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ നഷ്ടം എങ്ങനെ പരിഹരിക്കും? ചുറ്റും നിൽക്കുന്നവരെല്ലാം കണ്ടില്ലേ? തുടങ്ങിയ നിഷേധ ചിന്തകളാണ് പ്രശ്നങ്ങളുടെ വലിപ്പം കൂട്ടുന്നത്. മനസാന്നിധ്യത്തോടെ തുടരുന്നവരുടെ ചിന്തകൾ പ്രായോഗികവും പ്രശ്നപരിഹാര കേന്ദ്രീകൃതവുമാകും. ഇനി എന്താണ് മാർഗം? പരിഹാരത്തിന് എന്തെല്ലാം സാധ്യതകളുണ്ട്? ഉടനടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? കുറച്ചു നേരം കാത്തിരുന്നാൽ പ്രതിവിധി ഉണ്ടാകുമോ? തുടങ്ങിയ ചിന്തകളെല്ലാം പരിഹാരത്തിലേക്ക് നയിക്കുന്നതാണ്. ആകുലപ്പെടുന്നതിൻ്റെ പേരിൽ ഒരു വൈഷമ്യവും അവസാനിക്കില്ല. പരിഹാരമാർഗങ്ങൾ കണ്ടെത്താനാകാത്ത വിധം മനസ്സ് ദുർബലമാകുകയേയുള്ളൂ.